മസാജ് സെൻ്ററുകൾ നേരാൻ വണ്ണയാണോ രജിസ്ട്രേഷൻ ഉള്ളതാണോ എന്നൊക്കെ പരിശോധിച്ച് അത് അടിയന്തരമായിട്ട് അതിൻ്റെ കൃത്യതയോടുകൂടെ അല്ല ആ മസാജ് സെൻ്ററുകൾ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പൂട്ടിക്കാനുള്ള ശ്രമം നാളെ മുതൽ അതിൻ്റെ നടപടിയായിട്ട് മുന്നോട്ട് പോകും. അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്ന റിപ്പോർട്ടുകൾ ചെയ്യുന്ന ഒരു സംഗതികളുണ്ട്. അപ്പോൾ നമ്മുടെ നഗരസഭയിൽ അത്തരം ഒരു റിപ്പോർട്ടുകൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിലക്ക് നഗരസഭ അത് വളരെ സൂക്ഷ്മതയോടുകൂടെ പരിശോധിക്കാൻ പോവുകയാണ്. കാരണം ഒന്ന് രജിസ്ട്രേഷൻ ഇല്ലാത്ത മസാജ് സെൻ്ററുകൾ നമ്മൾ നിർബന്ധമായിട്ടും നമ്മളത് പൂട്ടി. ഇപ്പോൾ നമുക്കുള്ളൊരു തടസ്സം എന്ന് പറയുന്നത് സർക്കാർ ഇപ്പോൾ കഴിഞ്ഞ സർക്കാർ MAC രജിസ്ട്രേഷൻ കൊടുത്തു. നമുക്കുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് അവർക്ക് ഒക്യുപ്പൻസി വേണ്ട, നമ്പർ വേണ്ട. അത് വലിയ ഗുരുതരമായ സംഗതി. ഓന് കെട്ടിടം ഉണ്ടാക്കിയിട്ട് ഓന് അത് നേരാൻ വേണ്ടാണോ കെട്ടിടം ഉണ്ടാക്കിയത്, അത് അതിൽ വാല്യുവേഷൻ ഉണ്ടോ എന്നൊന്നും നോക്കാൻ പറ്റുന്ന സംവിധാനമില്ല. രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞാൽ അവർക്ക് ലൈസൻസ് വേണ്ട. 3.5 കൊല്ലത്തിന് ലൈസൻസ് വേണ്ട. നഗരസഭയ്ക്ക് ഉണ്ടാകുന്ന നട്ടം എന്ന് പറഞ്ഞാൽ ഒന്ന് ബിൽഡിംഗ് രജിസ്ട്രേഷൻ നമ്മൾക്ക് ഒന്നില്ല, ടാക്സ് ഇല്ല. രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞാൽ ലൈസൻസിൽ ഫീ ഇല്ല. നഗരസഭയ്ക്ക് മമ്പം നഷ്ടമാണ് സത്യത്തിൽ ഈ MAC രജിസ്ട്രേഷൻ ഗവൺമെൻറ് കൊടുക്കുന്നത്. അത്തരം രജിസ്ട്രേഷൻ കൊടുത്ത മസാജ് സെൻ്ററുകൾ ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നു. അപ്പോൾ അത് നമുക്കറിയാലോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും ഞാനിപ്പോൾ നമ്മളെ ഭരണസമിതി അതൊരു പ്രമേയം പാസ്സാക്കി ഗവൺമെൻറ്റിലേക്ക് ഞങ്ങളത് കൊടുക്കും. ഇത്തരം സെൻ്ററുകളൊക്കെ, ഇത്തരം സെൻ്ററുകളെന്നല്ല, ഇത്തരം രജിസ്ട്രേഷനുകൾ അടിയന്തരമായി റദ്ദ് ചെയ്യണം. അല്ലെങ്കിൽ നഗരസഭയ്ക്ക് പിടിച്ചിരിക്കാൻ കഴിയും. ഒരു നഗരസഭ പിടിച്ചു നിൽക്കുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ ഈ ഫണ്ടുകൾക്ക് മാത്രമൊന്നുമല്ലല്ലോ, ഓൺ ഫണ്ട് കൊണ്ടാണ് സത്യത്തിൽ നിൽക്കുന്നത്. നമുക്ക് കാരണമല്ലോ, അധ്യയനം പറഞ്ഞ് ഓരോ വിഷയങ്ങളും ഇവിടെ വരികയാണ്. ചെറുതും വലുതുമായ കാര്യം അതൊക്കെ ഈ ഓൺ ഫണ്ട് കണ്ടിട്ടാണ്. ഈ ഓൺ ഫണ്ട് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളവും അതോടൊപ്പം തന്നെ ഇത് മുഴുവൻ പോകുന്നത് ഇവിടുത്തെ ഓൺ ഫണ്ട് കൊണ്ടാണ്. ഇവിടെ നടക്കുന്ന കുറേ സ്ഥാപനങ്ങളുണ്ട്, അതിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ ഓൺ ഫണ്ട് കണ്ടിട്ടാണ്. ഓൺ ഫണ്ട് കിട്ടണമെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ ഇതിന് വേണ്ടേ, ബിൽഡിംഗ് ടാക്സ് നമുക്ക് കിട്ടണം, രജിസ്ട്രേഷൻ ഫീ നമുക്ക് കിട്ടണം. ഇതൊന്നും കിട്ടാതെ ഗവൺമെൻറ് ഈ തരത്തിലുള്ള അനുമതി കൊടുത്ത് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അത് നിർബന്ധമായിട്ടും നമ്മൾ ഗവൺമെൻറ്റിലേക്ക് നമ്മൾ പ്രപ്പോസൽ അയച്ച് അതിനൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും. അതോടൊപ്പം തന്നെയാണ് പറഞ്ഞത്, ഈ മസാജ് സെൻ്ററുകൾ നേരാൻ വണ്ണയാണോ രജിസ്ട്രേഷൻ ഉള്ളതാണോ എന്നൊക്കെ പരിശോധിച്ച് അത് അടിയന്തരമായിട്ട് അതിൻ്റെ കൃത്യതയോടുകൂടെ അല്ല ആ മസാജ് സെൻ്ററുകൾ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പൂട്ടിക്കാനുള്ള ശ്രമം നാളെ മുതൽ അതിൻ്റെ നടപടിയായിട്ട് മുന്നോട്ട് പോകും.